നമസ്കാരം. ഇന്ത്യക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകര തലവൻ മസൂദ് അൻസർ. പാകിസ്ഥാനിൽ നിന്നും ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു ഭീകരന്റെ ഈ ഒരു പ്രഖ്യാപനം, ഈ ഒരു ഭീഷണി വന്നിരിക്കുന്നത്. ഇന്ത്യയെ നശിപ്പിക്കുമെന്നാണ് ഇയാളുടെ വാക്കുകൾ വരുന്നത്. മാത്രമല്ല, ഇന്ത്യയെപ്പോലെ ഇയാൾ ഇസ്രയേലിനെയും നശിപ്പിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് 20 വർഷത്തിന് ശേഷമാണ് ഇയാൾ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇത്രനാളും എവിടെയായിരുന്നു, ഏത് കേന്ദ്രത്തിലായിരുന്നു എന്ന് പോലും ആളുകൾക്കറിയില്ല. എന്തായാലും ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നു. ഇതിലാണിപ്പോൾ ഇന്ത്യക്കെതിരെ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ജിഹാദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതായത് ഇയാൾ പറയുന്നത്, അള്ളാഹുവിൻ്റെ ജിഹാദിലും വാക്കുകളിലും വിശ്വാസമില്ലാത്ത ആളുകളാണ് കശ്മീരിലും ഇത്തരത്തിൽ പലസ്തീനിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് ഇന്ത്യയും ഇസ്രയേലുമാണ് ഇയാളുടെ ഒരു ആക്രമണ കേന്ദ്രങ്ങൾ, മനസ്സിലുള്ള ജിഹാദി നടത്താനുള്ള ആക്രമണ കേന്ദ്രങ്ങൾ എന്ന് തുറന്നു പറയുകയാണ്. ഈ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർക്കും, അല്ലെങ്കിൽ ജിഹാദ് നടത്തുമെന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ബാബരി മസ്ജിദ് പിടിച്ചെടുക്കാൻ തനിക്ക് 300 പേർ മാത്രം മതി, അതിന് കൂടുതൽ ആളുകളൊന്നും വേണ്ട, എനിക്ക് എൻ്റെ കൂടെ 300 പേർ മാത്രം മതി എന്നാണ് ഇയാൾ പാകിസ്ഥാനിലെ ആളുകളോട് പറയുന്നത്. 300 പേർ എൻ്റെ ഒപ്പം വരാൻ തയ്യാറാണോ എന്നും ഈ വീഡിയോയിൽ ഭീകരൻ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, പ്രഹരശേഷിയുള്ള തോക്കുകൾ താൻ കണ്ടെത്തിയിട്ടുണ്ട്, ഇതൊക്കെ ഉപയോഗിച്ചായിരിക്കും ഇന്ത്യക്കെതിരെ ജിഹാദ് നടത്തുക എന്നാണ് ഭീകരൻ പറയുന്നത്. മറ്റൊന്ന്, നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ഒന്നിനും കൊള്ളാത്ത മോദി എന്നാണ് ഇയാൾ അഭിസംബോധന ചെയ്യുന്നത്. ഒന്നിനും കൊള്ളാത്ത മോദിയാണെങ്കിൽ എന്തിനാണ് ഒളിക്കേന്ദ്രത്തിൽ 20 കൊല്ലത്തോളം ഇയാൾ ഒളിച്ചു താമസിച്ച് ഇപ്പോൾ എവിടെ നിന്നാണ് ഇയാൾ പൊട്ടി വീണത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. മോദിയെ പേടിച്ചാണ് ഏതോ ഒരു മാളത്തിൽ പോയി ഇയാൾ ഒളിച്ചതെന്ന് യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ആളാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ ഒന്നിനും കൊള്ളാത്ത ആളാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. എന്തായാലും ഇയാൾ ജനമധ്യത്തിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് വരട്ടെ. അത്തരത്തിൽ നോക്കുമ്പോഴാണ് മോദി ഒന്നിനും കൊള്ളാത്ത ആളാണോ എന്ന് മനസ്സിലാവുക. അല്ലെങ്കിൽ ഭീകരപ്രവർത്തനവുമായി ഇന്ത്യയുടെ മുന്നിലേക്ക് വരട്ടെ, അപ്പോൾ അറിയാം മോദി ആരാണെന്നും ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ ശക്തി എന്താണെന്നും.